ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗി 9-ാം അധ്യായം 10-ാം വാക്യം. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. 8 കാലിയിൽ നിന്നും വിജയം നേടാൻ തക്ക പാഠം പഠിച്ച സ്കോട്ടിഷ് രാജാവായിരുന്നു റോബർട്ട് ഒന്നാമൻ അഥവാ റോബർട്ട് ദി ബ്രൂസ്. ഇംഗ്ലണ്ടിനോട് പടപൊരുതി വളരെ അനായാസം നേടിയതൊന്നുമല്ല ബ്രൂസിന്റെ വിജയം. പലതവണ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരാശനായ ബ്രൂസിന്റെ കഥയിലാണ് 8 കാലി രംഗപ്രവേശം ചെയ്യുന്നത്. പലതവണ പരാജയപ്പെട്ട് നിരാശനായ ബ്രൂസ് പിടിച്ചു നിൽക്കാനാകാതെ ഒരിക്കൽ വനത്തിലേക്ക് ഒളിച്ചോടി. ഒരു ഗുഹയിൽ അദ്ദേഹം അഭയം തേടി. അദ്ദേഹത്തിന്റെ സൈന്യം തന്നെ ഇല്ലാതായി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ദുഃഖിതനായി ആ ഗുഹയിലിരിക്കെ ഗുഹാമുഖത്ത് ഇര പിടിക്കാനായി വല കെട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു ചെലന്തി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗുഹയുടെ ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് ചാടി തൻ്റെ വല ഗുഹയുടെ ചുവരിൽ ഉറപ്പിക്കുവാനായി ശ്രമിക്കുകയായിരുന്നു ആ ചെറിയ ചിലന്തി. എന്നാൽ ചുവരിലെത്താതെ അത് താഴെ വീണു. വീണ്ടും ആദ്യത്തെ ചുവരിലേക്ക് കയറി ചിലന്തി തൻ്റെ വല മൂലമായി അടുത്ത ചുവരിലേക്ക് ചാടി. ഓരോ തവണയും ശ്രമം ഫലിക്കാതെ അത് താഴെ വീണുകൊണ്ടിരുന്നു. പരാജയം സമ്മതിക്കാതെ ചിലന്തി ശ്രമം തുടർന്നു. രാജാവ് കൗതുകത്തോടെ ആ കാഴ്ചയും നോക്കിയിരുന്നു. പ്രതീക്ഷ കൈവിടാതെ നിരവധി പ്രാവശ്യം തുടർച്ചയായി ചിലന്തി ശ്രമിച്ചപ്പോൾ ഒടുവിൽ അതിൻ്റെ ലക്ഷ്യം അത് കണ്ടെത്തി. അടുത്ത ചുവരിൽ വലയുറപ്പിച്ച് അത് തൻ്റെ വല അനായാസം കെട്ടുന്നത് നോക്കിയിരുന്ന ബ്രൂസ് രാജാവിന് ആ കാഴ്ച ഒരു പ്രത്യേക കരുത്ത് നൽകി. വർദ്ധിച്ച വീര്യത്തോടെ ഒരു പുതിയ ഉണർവോടെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പുറപ്പെട്ടു. സ്ഥിരോത്സാഹത്തോടെ പരിശ്രമിച്ചാൽ ഒടുവിൽ ലക്ഷ്യം കാണുമെന്ന് ചിലന്തിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരുന്നു. ചിതറിപ്പോയിരുന്ന തൻ്റെ സൈന്യത്തിലെ ഓരോ സൈനികനെയും തിരഞ്ഞുപിടിച്ച് ബ്രൂസ് തൻ്റെ സൈന്യം പുനഃസംഘടിപ്പിച്ചു. 8 കാലിയിൽ നിന്നും താൻ പഠിച്ച പാഠം തൻ്റെ സൈനികർക്ക് പകർന്നു കൊടുത്ത ബ്രൂസ് തുടർന്ന് നടന്ന യുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് വിജയം കരസ്ഥമാക്കി. പ്രിയമുള്ളവരെ, ഈ ആമുഖ കഥയിൽ നിന്നും നാം ഇന്ന് മനസ്സിലാക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെയും മുൻപിൽ അനായാസം എന്ന് നാം വിധി എഴുതിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും വിജയം കരസ്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏതെങ്കിലും പ്രതിസന്ധികൾ കണ്ട് പതറി നിൽക്കുന്ന അനുഭവത്തിലാണ് നിങ്ങൾ എങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ കേട്ട വചനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും അതിനെ അതിജീവിക്കാനായി ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മുൻപിലുള്ള അസാധ്യതകളെ കണ്ട് ഭയക്കുവാനല്ല, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളതിനെ സധൈര്യം നേരിടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ ആശ്രയിപ്പാനും അസാധ്യങ്ങളെ സാധ്യമാക്കുവാനും കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നല്ല അനുഭവങ്ങളും കർത്താവെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിപ്പാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.